എന്റെ അച്ഛനെ നീ എന്തോ ചെയ്തടാ? എന്റെ അച്ഛൻ ഞാൻ പുകച്ചടാ. പുകയ്ക്ക എന്റെ അച്ഛൻ തറ സിഗരറ്റാ? അതെന്ത് പുകപ്പരെ കയറ്റി ഞാൻ പുകച്ച്. അതെന്താ എന്റെ അച്ഛൻ റബ്ബർ ഷീറ്റാണോടാ? ഇവനോട് ഇത് എങ്ങനെ പറയടാ. സംഭവം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ അണ്ടി ആഫീസിലൊക്കെ പോകൊണ്ടില്ലേ, അതുപോലൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഞാൻ പുകച്ചടാ. ദൈവമേ, എന്റെ അച്ഛനെ താണ്ട് അണ്ടി ആഫീസിൽ കൊണ്ടുപോയി പറങ്ങാണ്ടിയുടെ വിളിച്ചിട്ടേ. ഇനി എന്റെ അച്ഛനാര് പറങ്ങാണ്ടിയായിരുന്നു അവർക്ക് ഡൗട്ട് അടിക്കുമല്ലോ. ദൈവമേ, എടാ ക്രിമിറ്റോറിയത്തിൽ കൊണ്ടുപോയെന്ന്. വിദേശത്ത് കൊണ്ടുപോയല്ലേ? നിന്റെ അച്ഛനെ ഞാൻ വന്നിട്ട് കുറേ നേരമായി, കുറേ സംസാരിക്കണം. ആ പൊതുശ്മശാനം എടുത്ത് വായിൽ വെച്ചിട്ട് കുറെ സംസാരിക്കായിരുന്നു. കട്ടിയുള്ളത് എന്തെങ്കിലും പറഞ്ഞാ അപ്പ ഈ പല്ല് അങ്ങ് തരും. കട്ടിയുള്ള 8 ഇഡ്ഡലി തട്ടിയപ്പം പല്ല് പോയില്ലല്ല. സത്യം പറടാ, എന്റെ അച്ഛൻ എങ്ങനെയാ മരിച്ചേ? എന്തു പറ്റിയാടാ ഇങ്ങനെയാണ് അച്ഛൻ മരിച്ചത്? നീ കിടന്ന് കൂടുതൽ കോമഡി കാണിക്കല്ലേ. എന്റെ അച്ഛന്റെ മരണം എന്തോന്നാ കോമഡിയാ? അച്ഛാ, എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് നേരത്തെ അങ്ങ് പോയല്ലോ അച്ഛാ. നീ എന്നെ വിളിച്ചൊന്ന് പറയാത്തത് എന്തായിരുന്നു? ഞാൻ നിന്റെ അച്ഛനെ ഇവിടെ പിടിച്ചു നിർത്തിയാനല്ലേ, എന്നിട്ട് നീ വരുമ്പം നിന്നെ കൂടെ നേരത്തെ അങ്ങ് പറഞ്ഞു വിട്ടാനല്ലേ. നിനക്കൊരു കാര്യം അറിയോ? എന്റെ അച്ഛൻ മരിക്കാൻ നേരം അത്യാസന്ന നിലയിലായിരുന്നു. അയ്യോ, എന്തുമാത്രം വേദന നിന്നായിരിക്കും അച്ഛൻ മരിച്ചത്. എന്തോന്ന് അസ്ഥി ആസനത്തിൽ കയറിയ പിന്നെ വേദനിക്കൂലേ? അതല്ല, നിന്റെ അച്ഛന്റെ മരണം സുഖമരണമായിരുന്നു. ഇത് പഠിച്ച് വെച്ചേക്കുവാണ് എല്ലാരും. ഏതെങ്കിലും ആൾക്കാർ മരിച്ച അപ്പൊ പറയും സുഖമരണമാണ്. അവിടെ എന്തിരിക്കണം സുഖിക്കാൻ എന്നാണ് ഞാൻ ചോദിച്ചത്. അതായത് നിന്റെ അച്ഛന്റെ അവസാന സമയത്ത് ഞാനാണല്ലോ അടുത്തിരുന്നത്. അപ്പം അവൻ പറഞ്ഞു, മച്ചമ്പി എന്റെ ചെവി കടിക്കുന്നു, നീ ഒന്ന് ചൊറിഞ്ഞാടാ. ഞാൻ എന്ത് ചെയ്ത് ഒരു തൂവലെടുത്ത് അവന്റെ ചെവിയിലിട്ട് ഇങ്ങനെ ഇങ്ങനെ സുഖിച്ചോണ്ടിരുന്നപ്പോഴാണ് അവൻ അറ്റാക്ക് വന്ന് മരിച്ചത്. കൊന്നതാടാ, കൊന്നതാടാ, കൊന്നതാടാ. വലിയൂട്ടാ, ഇത് ഡിസംബർ ആണ്. ഏപ്രിൽ വരണം, വിഷു ആവണം, എന്നാലേ മരത്തിൽ കയറി പറിച്ചെടുക്കാൻ പറ്റൂ. എന്തോന്ന് കൊന്നതാടാന്ന് പറഞ്ഞു? എടാ, അതല്ല, നമ്മുടെ അച്ഛനെ ഈ മാമൻ കൊന്നതാ. അതും സുഖിപ്പിച്ചു കൊന്ന്. സുഖിപ്പിച്ചു കൊല്ല ഞാനാരടാ? സുഖിയനാ മാമന്റെ. അവനോട് ഞാൻ സംസാരിക്കാം. എടാ, എന്റെ അച്ഛൻ മരിക്കുമ്പം 100 പ്രാവശ്യം നിന്നെ ഞാൻ വിളിച്ചു. എടാ, 100 വിളിച്ചാ പോലീസേ വരൂ. നിനക്ക് എന്നെ ഒന്ന് വിളിക്കണമായിരുന്നു. മാമനെങ്കിലും എന്നെ ഒന്ന് വിളിച്ചുടായിരുന്നോ? ഞാൻ എങ്ങനെ വിളിക്കാനാ? എന്റെ ഫോൺ കംപ്ലൈന്റ് ആവല്ലേ? കംപ്ലൈന്റ് ആരൊക്കെയോ? അല്ല, കേടാടാ. കേടാടാ ഉള്ളതും കൂടി പറഞ്ഞ് സെറ്റ് ബെല്ല് പറിച്ച് തെറിക്കാനാണോ? ആ കേടായ ഫോണൊന്ന് നോക്കട്ടെ. എന്തായാലും മാമൻ ഒരു അവാർഡ് കിട്ടും. എവിടുന്ന്? റബ്ബർ കോർപ്പറേഷനിൽ നിന്ന്. എന്തിനാ മക്കളെ ഇത്രമാത്രം റബ്ബറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ എന്തുമാത്രം റബ്ബറായി കിടക്കുന്നത്? ഇതെന്താ മാമ ഫോൺ നമ്പർ എഴുതി ഒട്ടിച്ചേക്കുന്നേ? അതെ, എന്റെ ആ ഫോണിലെ എന്റെ നമ്പറാണ്. എന്തിനാ എഴുതി ഒട്ടിച്ചേക്കുന്നേ? എടാ, ഈ ഫോൺ എവിടെയെങ്കിലും കളഞ്ഞു പോയാലേ അത് കിട്ടുന്ന ആൾ ഈ നമ്പറിൽ എന്നെ വിളിച്ച് പറയുമല്ലോ, നിങ്ങളെ ഫോൺ കിട്ടിയിട്ടുണ്ട്, വന്നാ എടുത്തു തരാന്ന്. എങ്ങനെയാ കൊച്ചുട്ടാ എന്റെ ബുദ്ധി? വലിയൂട്ടാ, ഓ കാലന് ഉന്നം തെറ്റിയതാടാ. എല്ലാം കൊണ്ടുപോവേണ്ടിയിരുന്നത് ഇതിനായിരുന്നു കൊണ്ടുപോവേണ്ടിയിരുന്നത്. എടാ, നമ്മുടെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പൊ സർവീസിൽ ഇരുന്ന് മരിച്ചത് കൊണ്ട് മക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി കിട്ടുമല്ലോ. അങ്ങനെ കിട്ടുവോ? എന്റെ അച്ഛൻ സർവീസ് ഇരുന്നാ മരിച്ചത്, എന്നിട്ട് എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. അപ്പൂപ്പിന് ഗവൺമെന്റ് ജോലി ഉണ്ടായിരുന്നു. പിന്നെ സർവീസ് ഇരുന്ന് മരിച്ചെന്ന് പറഞ്ഞ് സർവീസ് വയർ പൊട്ടിക്കിടന്നപ്പം അതിന്റെ മേലെ അറിയാതെ കയറുന്നു ഭൂമെന്ന് പറഞ്ഞല്ലേ കത്തിപ്പോയത്. അപ്പൂപ്പൻ ഇരുന്ന കൂട്ടത്തിൽ മാമനും കൂടി ഇരുന്നൂടെ ഇരുന്നോ? എന്തിനാ ഈ കണ്ടറാ ദുഃഖം നമ്മളെ കാണിക്കുന്നത്? ഇങ്ങോട്ടുണ്ടാക്കാൻ പറ്റില്ലേ? നിന്റെ അച്ഛൻ മരിച്ചപ്പം ആ സംസ്കാരം നടത്താൻ നിനക്ക് നാട് നില കഴിഞ്ഞിട്ട് വന്നില്ലടാ. എനിക്ക് ആ അവസ്ഥ വന്നില്ല. അതെന്ത്? ആൾറെഡി കത്തിപ്പോയതിനെ പിന്നെ എങ്ങനെ കത്തിക്കാനാണ്? മാമൻ എന്തെങ്കിലും ജോലി സത്യത്തിലുണ്ടായിരുന്നോ? എനിക്ക് ബിവറേജ് ഇല്ലായിരുന്ന ജോലി. നിങ്ങൾ കുടിച്ചിട്ട് കിടന്ന് ഉറങ്ങണ സ്ഥലമല്ല ഞാൻ ചോദിച്ചത്. മാമനെ പോലെ കുടിച്ചോണ്ട് നടക്കുന്ന ഒരാളല്ല എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് സർവന്റ് ആയിരുന്നു. എന്താണ് പബ്ലിക് സർവന്റ്? ആരാടാ പബ്ലിക് സർവന്റ്? ആരാടാ പബ്ലിക് സർവന്റ്? അച്ഛൻ, നീയാണോ പബ്ലിക് സർവന്റ്? മാമ പബ്ലിക് സർവന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുജന സേവകൻ. അതായിരുന്നു എന്റെ അച്ഛൻ, പൊതുജന സേവകൻ. അതാ അതാ നിന്റെ സംശയം മാറിയല്ലോ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ അച്ഛൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ജംഗ്ഷനിൽ ഒരു സ്റ്റേജ് കെട്ടി അവന്റെ പേരിൽ അനുസ്മരണം നടത്തണം. ഇത്രേ നേരം കൂറ വർത്താനം പറഞ്ഞെങ്കിലും ഇപ്പോഴാണ് നല്ലൊരു കാര്യം പറഞ്ഞു. മമ്മ ഗുണദോഷ സമ്മിശ്ര. അയ്യോ, ഒന്ന് വിളിച്ചു നോക്കട്ടെ, പുള്ളി കാണുന്നു. ഹലോ, കലാഭവൻ പ്രചോദേട്ടനല്ലേ? അതെ അതെ, ഞാൻ ചെറിയങ്ങിരുന്ന് വിളിക്കുവാന്നേ. ഇപ്പൊ വീട്ടിൽ മടപ്പള്ളിയിലുണ്ടോ? ആ, മടപ്പള്ളിയിലുണ്ടല്ലോ. അതെ, എന്റെ അച്ഛൻ ചെറുതായിട്ടൊന്ന് മരിച്ചായിരുന്നേ. അപ്പൊ അച്ഛന്റെ പരിപാടി നമ്മളിവിടെ സ്റ്റേജിലൊന്ന് നടത്തുന്നുണ്ട്. മരിച്ചതിനൊപ്പം ഇവിടെ ചെറിയൊരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ ചെറിയൊരു മാട്ടയാണ്. അണ്ണൻ വന്നിട്ടേ 3-4 നടന്മാരുടെ ശബ്ദം ഒന്ന് എടുത്തിട്ട് പോണം. പിന്നെ വരുമ്പോഴേ ആ ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദം കൊണ്ട് വരണ്ട.
അയ്യോ നാട്ടുകാർ മൊത്തം അത് കേട്ട് തടമ്പിച്ചതാന്നേ. എന്റെ അച്ഛൻ മരിച്ചു വണ്ടേലോട്ട് പോയി. ആ ആത്മാവിനെങ്കിലും നിത്യശാന്തി ഒന്ന് കിട്ടട്ടെ. ഓക്കെ താങ്ക് യു. വരണേ. ശരി വരാം. ഓ ശരി ശരി ശരി. നീ എന്തിന്റെ കലാമണ്ഡലം പ്രസന്നെ വിളിച്ചു ഉമ്മൻചാണ്ടിയുടെ ശബ്ദം അവിടെ വെച്ചിട്ട് വരാൻ പറഞ്ഞു? കലാമണ്ഡലം പ്രസന്നെ പിന്നെ നീ ആരെ വിളിച്ചത്? കലാഭവൻ പ്രചോദ്. എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞ അച്ഛന്റെ ഒരു പരിപാടി നടത്തുന്നുണ്ട്, അനുകരണം വേണമെന്ന്. അനുകരണമല്ല, അനുസ്മരണം. വല്ല കാര്യം പറയുമ്പോ കറക്റ്റ് പറയണം. ഞാൻ ഇപ്പൊ പുള്ളിയെ വിളിച്ചു, പുള്ളി ഇപ്പൊ കാർ എടുത്തോണ്ട് ഇങ്ങോട്ട് വരും. നീ ആരെ വിളിക്കാൻ പോണ്? സ്റ്റാർ മാജിക്കിൽ അനുവിന്. എന്തിന്? അനുസ്മരണത്തിന്. ഇതൊക്കെ സുഖിച്ചാ മാമ? സുഖിച്ചതല്ലടാ, ഞാൻ നിന്നെ അങ്ങ് സഹിച്ചതാ. എനിക്ക് ജോലിയുടെ കാര്യം തീരുമാനം പറ. നീ ഇത്രയും നാളും കൂടെ വന്നില്ല. അച്ഛൻ മരിച്ച് 17-ന്റെ അന്ന് വന്നിട്ട് നിനക്ക് ജോലി വേണം. എനിക്ക് ജോലി വേണം. സ്റ്റേജ് 1 മോണാക്ട് കാലം കാണാറുണ്ട്. ഓടാ പട്ടി. ഇവിടെ ആരാടാ മരിച്ചത്? അച്ഛൻ. അവൻ ചത്ത് തലയ്ക്ക് മീതെ നിൽക്കുക. അവന്റെ ഗന്ധം പോലും ഇവിടുന്ന് വിട്ടു പോയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ മണ്ണിനടിയിൽ ആരാണ്? മണ്ണിര. ഇല്ല, ഞാൻ അവനെ അങ്ങ് സഹിച്ചതാണ്. ജോലിയുടെ കാര്യം തീരുമാനം പെണ്ണുമ്പളെ വഴക്ക് പറയുമെന്ന്. എനിക്ക് മാമന്റെ അടുത്ത് ഞാൻ ചോദിക്കാണ്. അച്ഛൻ മരിക്കാൻ നേരത്ത് മാമന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നു? മക്കളെ എല്ലാം വിളിച്ചു വരുത്തി അവസാനമായിട്ട് അവൻ 1-2 കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അവൻ മരിച്ചുപോയില്ലേ, അതിനു മുമ്പ് അവനൊരു കവിതയായി എഴുതി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. മാമ, അവസാന സമയത്ത് അച്ഛനെ കാണാനോ പറ്റിയില്ല. ഏറ്റവും കൂടുതൽ അച്ഛനെ എന്നെയാണ് ഇഷ്ടം. എന്നെ കുറിച്ച് പറഞ്ഞ വാക്കൊന്ന് പറ മാമ. അച്ഛൻ മരിക്കാൻ നേരത്ത് അച്ഛനെ നോക്കിയത് ഞാനാണ്. അച്ഛനെ പറ്റി പറഞ്ഞ വാക്കുകൾ ആ പേപ്പറിനകത്ത് അക്ഷര ശകലങ്ങളായിട്ടുണ്ട്. അതെനിക്ക് വേണ്ടി ഒന്ന് വായിച്ചു മാമൻ വായിക്കാം. എന്റെ ചിരിത പെറ്റ മക്കളെ, പരതരം കാട്ടല്ലേ, എരുന്നതൊന്നു സ്വത്തിനായി പരതരം കാട്ടല്ലേ. ഡിങ്കിനക്കടി ഡിഷ്കിന, ഡിഷ്കിനക്കടി ഡിങ്കിന, ഡിങ്കിനക്കടി ഡിഷ്കിനക്കടി ഡിങ്കിനക്കടി ഡിഷ്കിന. ഇത് കഴിയുന്നിട്ടല്ലേ? ഒരു മരിപ്പ് വീട്ടിൽ വന്ന് പറയണ കണ്ടോ, എന്റെ അച്ഛന്റെ ഡിങ്കി നക്കണ ഡിസ്കിനാണ്. നാണമുണ്ടോ? മരിക്കുന്നതിന് മുമ്പ് സദാശിവൻ എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾക്ക് ജോലി, എനിക്ക് ജോലി, ബാക്കിയുള്ളവർക്ക് ഇത് തരാൻ പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് ഇതോ? ഇത് തന്നു കഴിഞ്ഞാൽ മാമ എന്തോ ചെയ്യും? ഞാൻ വയസ്സായില്ലടാ, ഇത് വെച്ച് ഞാനിനി എന്തോ ചെയ്യാൻ? മാമി, ആ മുറ്റത്തെടുക്കുന്ന ചാരി കസേര ഒന്ന് എടുത്ത് മാറ്റണേ മാമി. മാമന് ഇനി അതിന്റെ ആവശ്യമില്ല. രണ്ടുപേർക്കും കൂടെ ഞാൻ ഒരു കാര്യം പറയാം. ഇതാരേറ്റെടുത്താലും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. ലോകത്തിലാദ്യമായിട്ടാണ് മരുമക്കൾക്ക് വസ്തു എഴുതി കൊടുക്കുന്നതിന് പകരം പിന്നാമ്പുറം എഴുതി കൊടുക്കുന്നത്. പിന്നാമ്പുറോ? ഓ, പിന്നാമ്പുറം അല്ല എടാ, ഈ മണ്ണ് ഞാൻ തരുമെന്നാ പറഞ്ഞത്. ഓ, നേരത്തെ പറഞ്ഞ കാര്യം ഇല്ലെങ്കിൽ നമ്മൾ 2 പ്ലോട്ടായിട്ട് എടുത്താനേ. മാമ, വസ്തു എഴുതി കൊടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം തീരുമാനിക്കണം. എന്താണ്? ഇവനെ പണ്ടേ അച്ഛൻ ഇവിടുന്ന് പടിയടച്ച് പിണ്ടം വെച്ചാണ്. ആ പറഞ്ഞതിൽ തെറ്റുണ്ട്. എന്തോ തെറ്റി? പിണ്ടം സാധാരണ എവിടെയാണ് വെക്കുന്നത്? മുറ്റത്ത്. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? പടി അടച്ച് പിണ്ടം വെച്ചത്. പടി അടച്ച് പിണ്ടം വെച്ച്. എടാ, ഈ പടി അടച്ചു കഴിഞ്ഞാ പിന്നെ അങ്ങനെ പിണ്ടം മുറ്റത്ത് വെക്കും?